പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണിന്ന്. നാം എല്ലാവരും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഈ പ്രഭാതം അനുഗ്രഹമായി തീരുവാനായി നമുക്ക് കൂടുതൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഈശോ പ്രത്യേകമായി ഇന്നേ ദിവസം നമ്മെ അനുഗ്രഹിക്കുക. നമുക്ക് കർത്താവിന് നന്ദി പറയാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ഇന്ന് നാം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊച്ചുകുട്ടികൾ ഭക്തിയിലും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവചൈതന്യം പകരണമേ എന്ന് പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യാചിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. പൂർണ്ണമായും നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെയും നമ്മുടെ ജീവിത മേഖലകളെയും വിശുദ്ധീകരിച്ച് പുതിയ ചൈതന്യം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വചനം സ്വീകരിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ച് വചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം
നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 57:3. സങ്കീർത്തനങ്ങൾ 57:3. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. തിരുവചനത്തിലൂടെ ദൈവം നമ്മെ തന്നോട് ചേർത്ത് നിർത്തി ഇപ്രകാരം നമ്മോട് പറയുകയാണ്: ഞാൻ നിത്യവും നിങ്ങളോടൊത്തുള്ള ദൈവമാണ്. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഞാനാണ്. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം നാം പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. കടന്നു വരുന്ന സഹനങ്ങൾ, വേദനകളൊക്കെ നമുക്ക് ആകുലതയ്ക്ക് കാരണമാകും. പരാജയങ്ങൾ, എതിർപ്പുകൾ നമ്മളെ ഉത്കണ്ഠയിലേക്കും നിരാശയിലേക്കും നയിക്കുകയാണ്. ഇവിടെയെല്ലാം ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അവിടുന്ന് നമ്മുടെ സംരക്ഷകനാണ്. തിരുവചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. സ്വർഗത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ദൈവം എനിക്ക് നൽകും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ഒരുപക്ഷെ നമ്മൾ ഇന്ന് തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം. എല്ലാവരും എന്നെ ഉപദ്രവിക്കുകയാണല്ലോ എന്ന ചിന്തയിലായിരിക്കാം. എല്ലാവരും എന്നെ അപമാനിക്കുന്നല്ലോ എന്ന വേദനയിലായിരിക്കാം. എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നല്ലോ എന്ന ദുഃഖത്തിലായിരിക്കാം. എല്ലാവരും ചവിട്ടി മെതിക്കുന്ന ഒരനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മോട് പറയുന്നു: സ്വർഗത്തിൽ നിന്ന് ഞാൻ കൃപകൾ അയച്ച് അനുഗ്രഹങ്ങൾ വർഷിച്ച് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളെ ചവിട്ടി മെതിക്കുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. തിരുവചനം വീണ്ടും പഠിപ്പിക്കുന്നു: അവിടുന്ന് അവരെ ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നെ ഉപദ്രവിക്കുന്നവരെ, എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്നവരെ, എൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമാകുന്നവരെ, എൻ്റെ ജീവിതം തകർക്കാൻ പരിശ്രമിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സന്ദേശമാണ് വചനത്തിലൂടെ കർത്താവ് നൽകുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവർക്കും എനിക്കെതിരായി നിൽക്കുന്നവർക്കും എതിരെ ഞാൻ പ്രവർത്തിക്കണം എന്ന ചിന്ത നമ്മെ അലട്ടുന്നുണ്ടാവാം. ഇവിടെയാണ് ഈശോ പറയുന്നത്, വചനത്തിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവമാണ്. ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ നശിപ്പിക്കാൻ, മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോധ്യമാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു അത് തന്നെയാണ്. നിങ്ങളെ ശത്രുക്കളെ കണ്ട് ഭയപ്പെടേണ്ട, അവരെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ അവനിൽ ആശ്രയിക്കുക. ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പ്രകാരം പറഞ്ഞ്: സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ അവൻ രക്ഷിക്കും. സ്വർഗത്തിൻ്റെ സഹായം അവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിൻ്റെ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കണം. കാരണം ദൈവം ആരെയും മാറ്റി നിർത്തി, ആരെയും തള്ളിക്കളഞ്ഞ് അവഗണിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് സകലരെയും സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ ആരംഭിക്കേണ്ടത്. ഓരോ പ്രഭാതത്തിലും, ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഈ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം. ഓരോ ദിവസം മുൻപോട്ട് പോകേണ്ടത് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ജീവിച്ച് തീർക്കേണ്ടത് ഈ ഒരു പ്രത്യാശയോടു കൂടി ആയിരിക്കണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടിമെതിക്കുവാൻ
അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല. ശത്രുക്കൾ എൻ്റെ മുൻപിൽ നിരന്നാലും ഞാൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഈ ഒരു ബോധ്യത്തോടെ ഇന്നത്തെ ദിവസത്തെ നമ്മൾ ക്രമീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആകുലതകളും ദുഃഖവും ജീവിതത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളും അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്ന് സമർപ്പിക്കാം. അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവനിൽ ശരണപ്പെട്ട് ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരായി ഈശോ നമ്മെ മാറ്റട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ കൃപയിലേക്ക് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ നാം പ്രത്യാശ വയ്ക്കണം. തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രകാരം പറയുന്നുണ്ട്, ദൈവകരുണയല്ലാതെ മനുഷ്യവർഗത്തിന് പ്രത്യാശയ്ക്ക് മറ്റൊരു ഉറവിടവുമില്ല. ദൈവകരുണയല്ലാതെ മനുഷ്യവർഗത്തിന് പ്രത്യാശയ്ക്ക് മറ്റൊരു ഉറവിടവുമില്ല. പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കണമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ ദൈവകരുണയിൽ ആശ്രയിക്കുന്നവരാവണം. ദൈവകരുണയില്ലാതെ മനുഷ്യവർഗത്തിന് ഒരിക്കലും ഒരു പ്രത്യാശയും ലഭിക്കുകയില്ല. വീണ്ടും ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ലോകം സമാധാനം കണ്ടെത്തും. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഈ ലോകം സമാധാനം കണ്ടെത്തും. ഈ ലോക സമാധാനമില്ലാത്ത അവസ്ഥയിൽ ദൈവകരുണ കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും. അതാണ് തിരുവചനം പറയുന്നത്, സ്വർഗത്തിൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് കൃപകൾ വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കും, രക്ഷിക്കും. ഒരു തിന്മയും ഒരു ദുഷ്ടനും നമ്മെ സമീപിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. സ്വർഗത്തിൻ്റെ ദൈവം നമ്മോടൊത്തുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ലോകം സമാധാനം കണ്ടെത്തും, മനുഷ്യവർഗം ആനന്ദവും കണ്ടെത്തും. ലോകം സമാധാനം കണ്ടെത്തും, മനുഷ്യവർഗം ആനന്ദിക്കാൻ തുടങ്ങും. എപ്പോഴാണ്? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ നാഥൻ സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് നമ്മെ രക്ഷിച്ച് വിശുദ്ധീകരിച്ച് നിത്യമായ ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ആനന്ദവും ഈ ഒരു സമാധാനവും ഈ ഒരു സന്തോഷവും ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി തീരാൻ ആഗ്രഹത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം, ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞ് അവൻ്റെ വചനത്തിൽ നമുക്ക് ശരണം വയ്ക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ഈശോ നമ്മെ വിളിച്ചു, ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഓർക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗം എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. എല്ലാ കുഞ്ഞുങ്ങളിലും ദൈവചൈതന്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ ഈശോയെ, കുഞ്ഞുങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈശോയുടെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൻ്റെ ദൈവം അനുഗ്രഹം വർഷിക്കുന്ന ദൈവമാണ്.
ആ ഒരു ബോധ്യത്തോടെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട സകലരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാം നിയോഗങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഈശോയുടെ വലിയൊരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുവാനായി സമർപ്പിക്കാം. എല്ലാ വിശുദ്ധരുടെയും എല്ലാ മാലാഖമാരുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. കാവൽ ദൂതന്മാരുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നമുക്ക് യാചിക്കാം. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണബോധരായിട്ടുള്ള വിശുദ്ധർ, നമ്മുടെ ഇടവകയുടെ വിശുദ്ധരായിട്ടുള്ളവർ, അവരെയൊക്കെ ഓർക്കാം. അവരുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അവരിലൂടെ വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും വലിയ അനുഗ്രഹമായി അഭിഷേകമായി തീരുവാൻ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ജോലിയില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിവൃദ്ധിയില്ലാത്ത ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ശക്തനായ ദൈവമുണ്ട്, സ്വർഗത്തിൻ്റെ നാഥനുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരൊക്കെ ഇപ്പോൾ ഓർക്കാം. ആരെങ്കിലും ഭവനങ്ങളിൽ കിടപ്പ് രോഗികളാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സമയം അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരിലേക്കും കർത്താവിൻ്റെ വലിയ സ്നേഹം ഒഴുകിയിറങ്ങുവാനും സൗഖ്യത്തിൻ്റെ ആത്മാവ് അവരിൽ നിറഞ്ഞ് ആശ്വാസവും സൗഖ്യവും ലഭിക്കുവാനായി രോഗികളെയും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ആഴമായ ബോധ്യത്തോടെ ശക്തമായി ഇടപെടണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഇടപെടണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുടിക്കുന്ന നേരം മനമേ വാഴ്ത്തിടുമോ, നാവിൽ അണയുന്ന എൻ ദിവ്യകാരുണ്യനാഥനേ, അധരം വിതുമ്പുന്ന നേരം മനമേ ഓർത്തിടുമോ, നിനക്കായി ബലിയായൊരാ ക്രൂശിത നിന്റെ
ചിറകുമായി നിന്റെ സ്നേഹചില്ലയിൽ ഞാൻ വന്നണയുമ്പോൾ തളർന്നുലഞ്ഞു പോയ ചിറകുമായി നിന്റെ സ്നേഹചില്ലയിൽ ഞാൻ വന്നണയുമ്പോൾ ഞാനേറ്റ വെയിലിനു തണലായൊരു മൃദു താവക കരാകുല സ്പർശമേകിടുമോ നിൻ തളിരിലെ കൊമ്പിലെ കുളിരേൽക്കുമെന്നുടെ സങ്കടക്കാർമേഘം പെയ്തൊഴിഞ്ഞിടുമോ മിഴികളിൽ മാറിവിൽ തിളങ്ങിടുമോ മിഴിവേറും വർണ്ണങ്ങൾ തെളിഞ്ഞിടുമോ നീയറിയാത്തൊരു വേദനയുണ്ടോ കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ പരിശുദ്ധമാകുമേ അൾത്താരയിൽ നീയറിയാത്തൊരു വേദനയുണ്ടോ കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ പരിശുദ്ധമാകുമേ അൾത്താരയിൽ രോമകൂപം പോലും നിണമുതിർന്ന രാവിൽ ഗെത്സെമനിയിൽ നാഥനേകനാ രോമകൂപം പോലും നിണമുതിർന്ന രാവിൽ ഗെത്സെമനിയിൽ നാഥനേകനാ യാചിച്ച ജീവനെ താതൻ വെടിഞ്ഞിട്ടും തിരുഹിതം നിറവേറാൻ സർവം സഹിച്ചില്ലേ നമ്പര കണ്ണീരിൻ പാനപാത്രം നാഥ സ്വീകരിക്കാനെന്നും ബലമേകിടേണമേ നീയറിയാത്തൊരു വേദനയുണ്ടോ കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ പരിശുദ്ധമാകുമേ അൾത്താരയിൽ നീയറിയാത്തൊരു വേദനയുണ്ടോ കേട്ടിടാത്ത പ്രാർത്ഥനയുണ്ടോ പരിശുദ്ധമാകുമേ അൾത്താരയിൽ ഹൃദയം തുടിക്കുന്ന നേരം മനമേ വാഴ്ത്തിടുമോ നാവിൽ അണയുന്ന എൻ ദിവ്യകാരുണ്യനാഥനേ അധരം വിതുമ്പുന്ന നേരം മനമേ ഓർത്തിടുമോ നിനക്കായി ബലിയായൊരാ ക്രൂശിത നിന്റെ ത്യാഗം ക്രൂശിത നിന്റെ ത്യാഗം സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി തിരുസഭയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് പരിശുദ്ധ മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും സകല സന്യസ്തരോടും വൈദികരോടും ചേർന്ന് അൽമായരോടെല്ലാം ചേർന്ന് നിന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.